Dear tea students, today let us look into another type of non-conventional energy source, that is biomass. We shall learn about how we tap energy from biomass. In this slide is shown the biodiesel cycle. Here the plants, primarily oil crops, they make use of sunlight, solar energy for the process of photosynthesis. They produce energy using light. And the byproducts of these plants, primarily the seeds, they are used to extract the vegetable crude oil from it. Then after refining this vegetable crude oil, we get the refined vegetable crude oil. This oil is then made to undergo transesterification by making use of alcohol, and after that we get the products glycerol and biodiesel. Now this biodiesel can be made use for fuel in vehicles. Let us see what we mean by biomass. It is the organic matter produced by plants and their derivatives. Okay, so primarily biomass എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാന്റ്സ് നിന്നുണ്ടാകുന്ന ഓർഗാനിക് മാറ്ററും ഈ ഓർഗാനിക് മാറ്ററിൻ്റെ ഡെറിവേറ്റീവ്സ്, ഓർഗാനിക് മാറ്റർ എന്തെങ്കിലും മാറി രൂപഭാവം വന്ന് മാറി വരുന്ന ഡെറിവേറ്റീവ്സിനെയും കൂടിയാണ് നമ്മൾ ബയോമാസ് എന്ന് വിളിക്കുന്നത്. Now, the energy conversion in biomass takes place as shown. Solar energy is converted by means of photosynthesis into biomass. And then this biomass can be used for energy production. Now, there are 4 types of biomass. It is shown here. They are, the first type, wood and logging and agricultural residue. നമുക്ക് കിട്ടുന്ന മരം അല്ലെങ്കിൽ മുറിച്ചെടുക്കുന്നതും നമുക്ക് പാടത്തു നിന്നും കിട്ടുന്നതായ പുല്ല് കാര്യങ്ങളെല്ലാമാണ് ആദ്യത്തെ സെക്ഷനിൽ. സെക്കൻഡ് ഈസ് ദി ആനിമൽ ഡങ്ക്, പശുവിൻ്റെ ചാണകം. ഓക്കെ, അതിനെയാണ് നമ്മൾ ആനിമൽ ഡങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് സോളിഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. നമുക്ക് നമ്മുടെ ഫാക്ടറീസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി, നമ്മുടെ ലൊക്കാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ്, വീടുകളിൽ നിന്നും ആ പ്രദേശത്തു നിന്നൊക്കെ കിട്ടുന്ന വേസ്റ്റ്. നാലാമത് ലാൻഡ് ഫിൽ ബയോഗ്യാസ്. നമ്മൾ വലിയ ഏരിയകളിൽ ലാൻഡ്സിൽ നമ്മൾ കുഴി കുഴിച്ച് അവിടെ ഈ പറയുന്ന വേസ്റ്റുകളൊക്കെ കൊണ്ട് ഇട്ടിട്ട് അത് മൂടിയിട്ട് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ഗ്യാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ബയോമാസ് എല്ലാം ബയോഗ്യാസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ. Now, biomass is utilized in 3 major ways. They are biomass in traditional form. അതായത് മരമൊക്കെ നമുക്ക് നേരിട്ട് ചൂടാക്കി കത്തിച്ച് നമുക്ക് അതിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. അടുപ്പത്തൊക്കെ കത്തിക്കാൻ വേണ്ടി വിറകെടുക്കില്ലേ നമ്മൾ, അപ്പം നേരിട്ട് നമ്മൾ ആ വിറകെടുത്ത് കത്തിക്കാൻ എനർജി, ഹീറ്റ് എനർജി കിട്ടാൻ വേണ്ടി. Now, the second way is biomass in non-traditional form. This biomass is converted to alcohols like ethanol and methanol, and then they are used as liquid fuels in engines. Okay, നമ്മൾ നേരത്തെ കണ്ട ബയോഡീസൽ സൈക്കിൾ ഇതിനൊരു ഉദാഹരണമാണ്. നമ്മുടെ പ്ലാന്റ് ക്രോപ്സിൽ നിന്ന് നമ്മൾ വെജിറ്റബിൾ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് ഈ വെജിറ്റബിൾ ഓയിലിനെ നമ്മൾ എസ്റ്ററിഫിക്കേഷൻ ചെയ്ത് അതിൽ നിന്ന് ബയോഡീസൽ എക്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ലിക്വിഡ് ഫോംസിൽ നമുക്ക് എന്നിട്ട് ഇതിനെ എൻജിൻസിൽ യൂസ് ചെയ്യാം. And the third way is biogas. Here, this biomass is made to ferment by microorganisms. നമ്മൾ ചെറിയ ബാക്ടീരിയാസ് വെച്ചിട്ട് ഈ പറയുന്ന പ്ലാന്റ്സിനെ ചീച്ച് കളയാണ്, എയറിൻ്റെ പ്രസൻസ് ഇല്ലാതെ. അപ്പോൾ ചീക്കുമ്പോൾ ഇതിൽ നിന്ന് ഗ്യാസുകൾ പുറത്തേക്ക് വരും. ഈ ഗ്യാസിനെ സ്റ്റോർ ചെയ്തിട്ട് നമ്മളിതിനെ ബയോഗ്യാസ് ആയിട്ട് ഉപയോഗിക്കും. Now, what do you mean by dry biomass? Dry biomass consists of tree chips, paper, various other plant matter such as corn, soybean, sorghum, sunflower, oats, barley, wheat, and hay. Okay,
അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന ചെടികൾ, അല്ലെങ്കിൽ മരച്ചീളുകൾ, അല്ലെങ്കിൽ പേപ്പർ, ചെടികളിൽ കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ പാടത്തുള്ള ചോളം, സോയാബീൻ, നെല്ല്, അതിൻ്റെയൊക്കെ കതിരുകളൊക്കെ കളഞ്ഞിട്ട് ബാക്കി വരുന്നത് എല്ലാം, വൈക്കോല്, അതെല്ലാമാണ് നമ്മൾ ഡ്രൈ ബയോമാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇതിനെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ ഉണക്കാൻ അനുവദിക്കണം. ഓക്കെ, വെൻ ഫസ്റ്റ് കട്ട് the sap may absorb energy and the mass should dry. Then it is spread on fields in the sun. It is placed in oven heated by what would otherwise be waste heat. Okay, അപ്പോൾ ഓൾറെഡി ചൂടായിരിക്കുന്ന അവൻസിൽ നമുക്കിതിൻ്റെ അവൻസിൻ്റെ മേലെ നമുക്കിതിനെ പരത്തി വെച്ച് ഉണക്കാൻ വെക്കാം. We can dry them using solar thermal energy air heaters also. അപ്പോൾ നമ്മൾ സോളാർ എനർജിയിൽ സൺലൈറ്റിനെ ഉപയോഗിച്ച് നമ്മൾ എയർ ഹീറ്റേഴ്സ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയും ചിലവില്ലാതെ നമുക്ക് ഈ പറയുന്ന പ്ലാന്റ്സിനെ ഉണക്കിയെടുക്കാം. ഒരു മുറിയിലിട്ടിട്ട് അതിനെ ഉണക്കിയെടുക്കാം. Now the next category is wet biomass. Wet biomass tends to be in water or to stay moist. For example, water plants, animal waste and biodiesel oil. അപ്പം നമുക്ക് ബയോമാസ് ആയിട്ട് എടുക്കുന്ന പ്ലാന്റ്സോ കാര്യങ്ങളെല്ലാം നനഞ്ഞിരിക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ കുളത്തിൽ നിന്നൊക്കെ നമ്മൾ ചണ്ടി എടുക്കും, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ആനിമൽ വേസ്റ്റ്, ആനിമൽ ഡങ്, ഓക്കെ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് നമുക്ക് കിട്ടുന്നത്, അതൊക്കെ കുറേ വാട്ടറി ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ വെറ്റ് ബയോമാസ് എന്ന് വിളിക്കുന്നത്. They are treated with hydrogasification at high pressure and low temperatures to produce a gas or biofuel. അപ്പോൾ വെറ്റ് ബയോമാസിന് നമ്മൾ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ബയോഗ്യാസ് അല്ലെങ്കിൽ ബയോഫ്യൂവൽ ഓയിൽ കിട്ടുന്നു. We can harvest this biomass by boats using wide conveyor belts that lift the weed into the boat. അപ്പോൾ ഇങ്ങനെ വലിയ ചണ്ടികളുണ്ടെങ്കിൽ നമ്മൾ ബോട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് കുളത്തിൽ നിന്നൊക്കെ വലിയ കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ച് അത് ബോട്ടിലേക്ക് വാരിയെടുക്കുന്നത്. The wet weeds are heavy and hard to pack densely. ഈ പറയുന്ന ചണ്ടികളൊക്കെ ഭയങ്കര ഹെവി ആയിരിക്കും, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലല്ലേ. അപ്പോൾ അതിനെ ഒരുമിച്ച് സ്റ്റാക്ക് ചെയ്യാൻ, ഒരുമിച്ച് പാക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ദിസ് ഇസ് അൺഎക്കണോമിക് ഇൻ മോസ്റ്റ് ഏരിയാസ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ചണ്ടിയാണ് ഓരോ പ്രാവശ്യം ബോട്ടിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അത്ര ചിലവ് ചുരുങ്ങിയ ഒരു രീതിയല്ല ഇത്. ഡ്രൈയിങ് ഇസ് ഡൺ ബൈ ഡംപിങ് ഇൻ ഫീൽഡ്സ് ഫോർ സൺ ഡ്രൈയിങ്. അപ്പോൾ ഈ കിട്ടുന്ന ചണ്ടീനെയൊക്കെ നമ്മൾ വലിയ പാടത്തൊക്കെ വെളിമ്പ്രദേശത്തൊക്കെ നമ്മൾ വിരിച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുക വെയിലത്ത്. The next category of biomass is the municipal solid waste called MSW. Municipal waste streams may have anything in it that people want to throw away. ആൾക്കാർ വീട്ടിൽ നിന്ന് കളയുന്ന വേസ്റ്റ് എല്ലാം തന്നെ അതിലുണ്ടായിരിക്കും. എയർ ബ്ലാസ്റ്റ് ആൻഡ് മാഗ്നറ്റിക് സെപ്പറേഷൻ ക്യാൻ സെപ്പറേറ്റ് ദ വേസ്റ്റ്. ഈ വേസ്റ്റിൽ നിന്ന് നമ്മൾ തരംതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ടെക്നിക്കാണ് എയർ ബ്ലാസ്റ്റ് ആൻഡ് മാഗ്നറ്റിക് സെപ്പറേഷൻ. The permanent magnets extract the steel and iron. ഓക്കെ, അപ്പോൾ വേസ്റ്റിലെങ്ങാനും സ്റ്റീലോ അയണോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉപയോഗിച്ച്, വലിയ മാഗ്നറ്റുകൾ ഉപയോഗിച്ച് അതിനെ മാറ്റിയെടുക്കാം. ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ഇലക്ട്രോമാഗ്നറ്റിക്സ് യൂസ് എഡി കറൻറ്റ് എഫക്റ്റ് ടു റിമൂവ് നോൺ ഫെറസ് മെറ്റൽസ് ലൈക്ക് അലുമിനിയം ആൻഡ് കോപ്പർ. ഓക്കെ, അപ്പോൾ അലുമിനിയത്തിൻ്റെ കഷ്ണങ്ങളോ കോപ്പറിൻ്റെ കഷ്ണങ്ങളോ എങ്ങാനും വേസ്റ്റിലുണ്ടെങ്കിൽ അതും കളയാൻ വേണ്ടി നമ്മൾ എഡി കറൻറ്റ് എഫക്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. Light paper and plastic will stratify in an air column to remove them from metals and bottles. Okay, ഇനി ഈ വേസ്റ്റിനെ നമ്മൾ എയർ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ആ എയറിൽ പേപ്പറും പ്ലാസ്റ്റിക്കും ഒക്കെ പൊന്തി വരും. അങ്ങനെ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഹാൻഡ് സോർട്ടിങ് ക്യാൻ പിക്ക് ഔട്ട് സം ഓഫ് വാട്ട്സ് ലെഫ്റ്റ്. ബാക്കിയുള്ളവർക്ക് നമ്മൾ കൈകൊണ്ട് തന്നെ വേർതിരിച്ച് ഇരിക്കണം. വിതൗട്ട് ദിസ് പ്രോസസ് പൊല്യൂട്ടൻസ് ആറൻറ്റ് റിമൂവ്. അപ്പോൾ ഈ പ്രോസസ്സുകളെല്ലാം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നുള്ള പൊല്യൂട്ടൻസ്, നമ്മുടെ എൻവയൺമെൻറ്റിന് ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം.
Now, let us see what are the different methods to produce bioenergy. They are combustion, pyrolysis, anaerobic digestion, and ethanol fermentation. Combustion. It is the direct combustion for immediate heat. നേരെ കത്തിക്കുന്നതാണ് നമ്മൾ കമ്പഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കമ്പഷനെ ഡിഫൈൻ ചെയ്യാൻ we burn the sample or material in presence of air and we get immediately heat energy. The biomass is dried as there should be very less moisture content. കത്തിക്കണമെങ്കിൽ അതിൽ ഈർപ്പം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കണം. അതുകൊണ്ട് ബയോമാസ് വളരെയധികം ഡ്രൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. The steam produced can be used for other applications or to generate electricity. ഇങ്ങനെ ബയോമാസിനെ നേരിട്ട് കത്തിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് സ്റ്റീമാണ് കിട്ടുന്നത്. ഈ സ്റ്റീമിനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നേരെ ജനറേറ്ററിലേക്ക് കടത്തിവിട്ട് ടർബൈൻ കറക്കിച്ച് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. Next method is pyrolysis. Here biomass is heated in the absence of air. Okay. ഇവിടെ നമ്മൾ ഈ പറയുന്ന ബയോമാസിനെ കത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത്, ബട്ട് in the absence of air. The products are extremely varied, consisting of gases, vapors, liquids and oils, and solid char and ash. ഇതിൽ നിന്ന് പൈറോളിസിസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഗ്യാസ് ആവാം, അല്ലെങ്കിൽ ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ സോളിഡ്സ് ആവാം. ഓക്കെ, പല രീതിയിൽ നിന്ന് നമുക്ക് ബൈ പ്രോഡക്റ്റ് കിട്ടും. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ കത്തിക്കുന്നത്, എന്ത് സാധനത്തിനെയാണ് കത്തിക്കുന്നത്, ഏത് രീതി കൂടെ കത്തിക്കുന്നു എന്നതിനെ ബേസ് ചെയ്താണ്. ഓക്കെ, സോ ദി ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ, ടൈപ്പ് ഓഫ് ഇൻപുട്ട് മെറ്റീരിയൽ ആൻഡ് ദ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്. Now, if the output of the combustible gas is the main product, the process is called gasification. ഇപ്പം നമ്മൾക്ക് ഈ ബയോമാസിനെ ഹീറ്റ് ചെയ്ത് എയറിൻ്റെ പ്രസൻസിൽ അല്ലാതെ ഹീറ്റ് ചെയ്തിട്ട് ഗ്യാസ് ആണ് കിട്ടുന്നതെങ്കിൽ ഈ പ്രോസസ്സിനെ നമ്മൾ ഗ്യാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. The next method is anaerobic digestion. In this, microbial digestion of biomass at low temperatures less than 65 degrees Celsius and high moisture content of at least 80% takes place. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബയോമാസിനെ നമ്മൾ ബാക്ടീരിയ വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യിപ്പിക്കുന്നു, അതിനെ ചീച്ചെടുക്കുന്നു. ഇതിൽ നമ്മൾ ലോ ടെമ്പറേച്ചറിലാണ് നടത്തുക, അതായത് 65 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ടെമ്പറേച്ചേഴ്സിൽ സാധാരണ റൂം ടെമ്പറേച്ചറിൽ നടത്താം. ആൻഡ് ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ വെറുതെ നമ്മൾ അടച്ചു വെച്ചൊരു പാത്രത്തിൽ നമ്മുടെ വേസ്റ്റ് ചെയ്യാൻ അനുവദിച്ചാൽ അതിൽ അനേറോബിക് ഡൈജഷനാണ് നടക്കുന്നത്. In the absence of free oxygen, certain microorganisms convert the complex molecules to simpler molecules and produce both carbon dioxide and methane. Okay. അപ്പോൾ എയർ ഇല്ലാതെ നമ്മളിങ്ങനെ അടച്ചു വെച്ച് ബയോമാസിനെ ചീക്കാൻ അനുവദിക്കുകയാണെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് എന്താ ചെയ്യുക, അതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസിനെ സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്നത് ഇതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും മീഥെയിൻ ഗ്യാസുമാണ്. This process may also be called fermentation, but is usually called digestion because of the similar process that occurs in the digestive tracts of ruminant animals. The evolved mix of carbon dioxide, methane, and trace gases is called biogas as a general term, but it may be named sewage gas or landfill gas as appropriate. Okay, അപ്പോൾ ഈ പ്രോസസ്സിനെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പണ്ട് മുതലേ ഫെർമെൻറ്റേഷൻ തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ ഡൈജഷൻ എന്ന് വിളിക്കാൻ കാരണം ഈ പ്രക്രിയ തന്നെയാണ് മിക്ക മൃഗങ്ങളുടെ വയറ്റിൽ നടക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡാണ്, മീഥെയിൻ ഉണ്ട്, പിന്നെ വേറെ ഗ്യാസസിൻ്റെ ചെറിയ ചെറിയ അളവുകൾ ഉണ്ടായിരിക്കും. ഇതിനെല്ലാം നമ്മൾ ബയോഗ്യാസ് എന്ന് വിളിക്കുന്നു സയൻറ്റിഫിക്കലി. പക്ഷേ ഇതിനെ നമ്മൾ സീവേജ് ഗ്യാസ് എന്നും വിളിക്കാറുണ്ട്, ലാൻഡ്ഫിൽ ഗ്യാസ് എന്നും വിളിക്കാറുണ്ട്. Now, what are the
particular processes taking place in anaerobic digestion. Let's look into it. The main stages of anaerobic digestion are enzymatic hydrolysis, acid formation, and methane formation. In the first step of enzymatic hydrolysis, the biomass is normally comprised of very large organic polymers, and by hydrolysis, these large polymers, that is, proteins, fats, and carbohydrates, are broken down into smaller molecules such as amino acids, fatty acids, and simple sugars. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിൽ എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസിൽ നമ്മൾ ബയോമാസ് അതിൻ്റെ ഒറിജിനൽ ഫോമിലെടുക്കും. അപ്പോൾ ഇതിൽ വലിയ വലിയ കോംപ്ലക്സ് മോളിക്യൂൾസ് ആണുള്ളത്. മെയിനായിട്ട് ഇതിൽ പ്രോട്ടീൻസ്, ഫാറ്റ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആണുള്ളത്. അപ്പം ഇതിനെയെല്ലാം നമ്മൾ ബ്രേക്ക് ചെയ്ത് സ്മോളർ മോളിക്യൂൾസ് ആയ അമിനോ ആസിഡ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സും സിമ്പിൾ ഷുഗേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. The second process is acid formation. Here, the anaerobic bacteria further break down the biomass products after hydrolysis. ഹൈഡ്രോളിസിസ് കഴിഞ്ഞ് സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് മാറിയിരിക്കുന്ന ഈ ബയോമാസിനെ വീണ്ടും അനേറോബിക് ബാക്ടീരിയ ഡൈജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു ആസിഡ് എൻവയൺമെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. These fermented bacteria produce an acidic environment in the digestive tank while creating ammonia, hydrogen, carbon dioxide, hydrogen sulfide, shorter volatile fatty acids, carbonic acids, alcohols, as well as other byproducts. ഈ അനേറോബിക് ബാക്ടീരിയ ഈ പറയുന്ന ബയോമാസ് ഇട്ടിരിക്കുന്ന ഈ ടാങ്കിൽ അല്ലെങ്കിൽ പാത്രത്തിൽ ഫെർമെൻറ്റേഷൻ ചെയ്തിട്ട് അതിലുണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് ആണ് ഈ താഴെ മെൻഷൻ ചെയ്തത്. അമോണിയ, ഹൈഡ്രജൻ, കാർബൺ ഡയോക്സൈഡ്, hydrogen sulfide, shorter volatile fatty acids, carbonic acids, alcohols, as well as other byproducts. Now in the third step we have methane formation. This is the final stage of anaerobic digestion, and methane is created from the final products of acid formation. നമ്മൾ ആസിഡ് ഫോർമേഷന് കിട്ടിയ ബൈ പ്രോഡക്ട്സ് ഇല്ലേ, അതിൽ നിന്ന് നമുക്ക് മീഥേൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറ്റുന്നത്. Now the next method to produce bioenergy is ethanol fermentation. ഒരു ആൽക്കഹോൾ എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? Ethanol is a volatile liquid fuel that may be used in place of refined petroleum. പെട്രോളിയത്തിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ലിക്വിഡ് ഫ്യൂവലാണ് എത്തനോൾ. പക്ഷെ അത് ഹൈലി വോളറ്റൈൽ ആണ്, പെട്ടെന്ന് അത് കത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് പ്രിഫർ ചെയ്യാത്തത്. It is manufactured by the fermentation using microorganisms. ഇതുപോലെ തന്നെ ബാക്ടീരിയ വെച്ച് നമ്മൾ ബയോമാസിനെ ചീച്ചെടുത്തിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Ethanol is produced naturally by certain microorganisms from sugars under acidic conditions. That is, the pH is from 4 to 5. അപ്പോൾ നമ്മൾ certain microorganisms, ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് ഷുഗർ നമ്മൾ ഉപയോഗിക്കുന്ന ബയോമാസ് മെയിൻലി ഷുഗേഴ്സ് ആയിരിക്കും. ആ ഷുഗറിനെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. ഈ ഷുഗേഴ്സ് ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് എത്തനോളായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന നേരത്തുള്ള ആ പാത്രത്തിലുള്ള അല്ലെങ്കിൽ ആ ടാങ്കിലുള്ള pH വാല്യൂ എന്ന് പറയുന്നത് അസിഡിക് ആയിരിക്കും. pH വാല്യൂ 4 to 5 ആയിരിക്കും. Now the conventional fermentation has sugars as feedstock. നമ്മൾ ചീക്കാൻ അനുവദിക്കുന്ന ആ ബയോമാസിനെയാണ് ചീക്കാൻ കൊടുക്കുന്ന ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കുന്ന ബയോമാസിനെയാണ് നമ്മൾ ഫീഡ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. മെയിൻലി നമ്മൾ കുറേ ഷുഗർ പ്ലാന്റ്സിനെയാണ് ഇട്ട് കൊടുക്കുക. Molasses are used for ethanol production with yields of about 80%. നമ്മുടെ ഷുഗർ കെയിൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഷുഗർ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നതിനെയാണ് മൊളാസസ് എന്ന് പറയും. ഈ മൊളാസസ് നമ്മൾ ഇട്ട് കൊടുത്താൽ അതിൽ നിന്ന് നമുക്ക് വലിയൊരു ശതമാനം എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഷുഗർ ബീറ്റ്, starch crops like grain, cassava, and cellulose in plants can also be used as feedstock, but their yields are low. ഈ മൊളാസസിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഷുഗർ ബീറ്റ്. അതായത് ഷുഗർ കെയിനിൻ്റെ തന്നെ റൂട്ട്സ് ഉപയോഗിക്കുന്നതിനെയാണ്, റൂട്ട്സിന് നമ്മൾ ഷുഗർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഷുഗർ ബീറ്റ് എന്ന് പറയും. പിന്നെ നമ്മുടെ നെല്ല്,
അല്ലെങ്കിൽ കസാവ, കപ്പ പോലത്തെ ഉള്ള ചെടികൾ, സ്റ്റാർച്ച് ക്രോപ്സ്, ഇതിൽ സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. പിന്നെ പ്ലാന്റ്സ്, ഈ പച്ച നിറത്തിലുള്ള ഏതൊരു ചെടിയിലും സെല്ലുലോസ് ഉണ്ടാവും. അങ്ങനെ ആ പ്ലാന്റ്സിനെയും നമുക്ക് ഫീഡ് സ്റ്റോക്കായിട്ട് കൊടുക്കാം, ബയോമാസായിട്ട് ഈ ചീക്കാൻ അനുവദിക്കുന്ന ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എത്തനോളിൻ്റെ അളവ് കുറവായിരിക്കും. So this was a broad description on how we can extract energy from biomass. We looked into what we mean by biomass, what are the different types of biomass, and what are the different methods that are used to extract energy from biomass. That's all for today. Thank you.